വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തവർ വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലുള്ളവർ. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഉൾപ്പെടെ പ്രതിയാണ്. കൂടാതെ ഒരു പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചത് മാനന്തവാടിയിലെ കോൺഗ്രസ് നേതാവുമാണ്. 18 പ്രതികളിൽ SFIയുമായി ബന്ധമുള്ള 5 പേരാണുള്ളത്. ഇവർക്കെതിരെ SFI നടപടിയെടുത്തിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രാഷ്ട്രീയ കാരണങ്ങളില്ലെന്ന് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചില മാധ്യമങ്ങളും UDFും സംഭവം SFIയുടെ ചുമലിലാക്കി. രാഷ്ട്രീയം തിരിയുകയാണെങ്കിൽ പ്രതിപട്ടികയിൽ തന്നെ വ്യത്യസ്തതകളുണ്ട്. വിവിധ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരാണ് പലരും. കോൺഗ്രസ് സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ വരെയുണ്ട്. കോളേജിൽ SFI യൂണിറ്റ് മാത്രമുള്ളതുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് ഇവർ. ഇടതുവിരുദ്ധ പ്രചാരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നവരും ഇതിലുണ്ട്. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ മകനും കേസിൽ പ്രതിയാണ്. പ്രതികളുടെ വലത് രാഷ്ട്രീയ ബന്ധം പുറത്തായിട്ടും MLA T സിദ്ദിഖ് അടക്കം നുണപ്രചാരണങ്ങൾ തുടരുകയാണ്. CPIM ഓഫീസിൽ പ്രതികളെ താമസിപ്പിച്ചുവെന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആരോപിച്ചു. എന്നാൽ മാനന്തവാടിയിലെ ഒരു കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ നേതാവിന്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ചതായി ഒരു പ്രതിയുടെ തന്നെ മൊഴിയുണ്ട്. ഹോസ്റ്റലിലെ ഒരു MSF പ്രവർത്തകൻ തന്നെ സംഭവത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ കാമ്പില്ലെന്ന് കണ്ടാണ് ഒരു അക്രമ സമരം നടത്തി KSU നിരാഹാര സമരം അവസാനിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ കോളേജിൽ മുൻപൊരു വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ അവഹേളിച്ച് സംസാരിച്ചത് KSU അനുഭവമുള്ള വിദ്യാർത്ഥികളിൽ തന്നെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കോളേജിനെയും സ്ഥാപനത്തെയും അധിക്ഷേപിച്ച് UDF നടത്തുന്ന ഹീനമായ ആക്രമണങ്ങളിലും മാധ്യമവേട്ടയിലും വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഇതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമരം മുഖ്യധാരാ മാധ്യമങ്ങൾ ഒഴിവാക്കിയിരുന്നു. തികഞ്ഞ രാഷ്ട്രീയ തിരക്കഥയാൽ ദാരുണമായൊരു സംഭവത്തെ വഴിതിരിച്ചുവിടുന്ന UDF അങ്ങനെ സ്വയം കുരുക്കിലായിരിക്കുകയാണ്. KSUവിന്റെ സമര പിന്മാറ്റം അതിനൊരു ഉദാഹരണവും. കൈരളി ന്യൂസ്, വയനാട്.